ഈ പെറ്റ്സിനും പ്ലാന്റ്സിനും ഒക്കെ നമുക്ക് തരാൻ പറ്റുന്ന സന്തോഷം എത്ര വലുതല്ലേ. ഇപ്പം നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പ്ലാന്റ് പർച്ചേസിന് വേണ്ടിയാണ്. അതിനകത്ത് കയറിയപ്പോൾ തന്നെ എന്തെന്നില്ലാത്തൊരു പോസിറ്റിവിറ്റി ആയിരുന്നു. ഈ ഫ്ലവേഴ്സ്, പ്ലാന്റ്സ്, പോട്ട്സ്, അതും നല്ല ക്യൂട്ട് പോട്ട്സ് ഉണ്ടായിരുന്നേ. കാൻബറയിൽ ഈ വെതറിന് ഏത് പ്ലാന്റ്സാണ് സൂട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാത്തത് കൊണ്ട് അവരോട് ഹെൽപ്പ് ചോദിച്ചു. ഇതാണ് ആലിസൺ. അപ്പോൾ ആലിസൺ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നത്. ഒരാൾക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഏത് ഇൻഡോർ പ്ലാന്റ് ആണ് നമുക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ ഏത് ഔട്ട്ഡോർ വെക്കണം, ഏതൊക്കെ പ്ലാന്റ്സ് ഇവിടെ വളരും എന്നതിനെ പറ്റിയൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആലിസൺ വളരെ ക്ഷമയോടുകൂടി നമുക്ക് പറഞ്ഞു തന്നേ. അതേപോലെ ഈസി ടു ഗ്രോ കാറ്റഗറി വരുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ആൾ സജസ്റ്റ് ചെയ്തത്. സ്ട്രോബെറീസ്, ലെമണ്, ഒലിവ്സ്, പിന്നെ അതേപോലെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ആപ്പിളും അതിൻ്റെ ചെടികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഈ വർണ്ണഭമായ ഈ സ്ഥലത്ത് വന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിനൊരു എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. ഈ ഒരു പ്ലാന്റ് ഹൗസിനോട് ചേർന്ന് തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോഴാണ് നോവയുടെ ഒരു ഫ്രണ്ടിനെ കാണുന്നതും അവരിവിടെ പ്ലാന്റ് ഒന്നും വാങ്ങിക്കാൻ വന്നതല്ല, ആ റെസ്റ്റോറൻറ്റിലേക്ക് മാത്രം വന്നതാണെന്നറിഞ്ഞതും. അങ്ങനെ ഞങ്ങളും കയറി ആ ഒരു റെസ്റ്റോറൻറ്റിൽ. ഈ ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്കിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ എൻ്റെ ഡയറ്റൊക്കെ പാടെ മറന്നിരിക്കുന്നു. കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്ക് കുടിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു വെജി പ്ലാറ്ററും കൂടെ. ആൻഡ് മൈ ടമ്മി വാസ് ഫുൾ ആൻഡ് ദ ഡേ വാസ് ഇൻഡീഡ് എ ഗുഡ് വൺ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.